ഇന്ന് രാജ്യത്ത് ദേശീയ പണിമുടക്കാണ്. 25 കോടിയിലധികം വരുന്ന തൊഴിലാളികൾ ഇന്ന് സമരം ചെയ്യുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ലേബർ കോഡ് പിൻവലിക്കുക, പിന്നെ അതുപോലെ തന്നെ PFDRA പിൻവലിക്കുക, ESA ആനുകൂല്യങ്ങൾ എല്ലാവർക്കും എത്തിക്കുക, തൊഴിലുറപ്പ് പദ്ധതി കുറച്ചുകൂടി വ്യാപകമാക്കുക, ഇങ്ങനെ തുടങ്ങി. എന്നാലും വളരെ സ്പെസിഫിക് ആയി ട്രേഡ് യൂണിയനുകൾ പുറത്തുവയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞു, പുതിയ തൊഴിൽ ചട്ടങ്ങൾ അടിയന്തരമായി പിൻവലിക്കണം. 9 വർഷമായി ചേരാത്ത ഇന്ത്യൻ ലേബർ കോൺഫറൻസ് അടിയന്തരമായി വിളിച്ചു കൂട്ടണം. അത് ഇന്ത്യൻ ലേബർ കോൺഫറൻസിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. അത് അടിയന്തരമായി വിളിച്ചു കൂട്ടണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും തൊഴിലില്ലായ്മയും തൊഴിൽ നഷ്ടപ്പെടുന്ന അവസാനിപ്പിക്കണം. 41 ആയുധ നിർമ്മാണ ഫാക്ടറികളിൽ 7 കമ്പനികളാക്കി മാറ്റിയ നടപടി പിൻവലിക്കണം. ഈ ഫാക്ടറികൾ പിന്നെ ആയുധ നിർമ്മാണത്തിനുള്ള ഫാക്ടറികൾ 41 എണ്ണത്തിന് 7 കമ്പനികളാക്കി മാറ്റി, അത് പിൻവലിക്കണം. മിനിമം വേതനം 26,000 രൂപയാക്കണം. അവിടെയാണ് തമാശ. ഇവിടെ ആശാ വർക്കേഴ്സ് മിനിമം വേതനത്തിന് 21,000 രൂപയ്ക്ക് സെക്രട്ടേറിയറ്റ് നട കിടക്കുകയാണ്. അപ്പോഴാണ് ഈ ട്രേഡ് യൂണിയൻ നല്ലതാണ് 26,000 രൂപ ആക്കുക. മിനിമം വേതനം പിന്നെ ഓരോ വർഷവും 5 വർഷവും നിയമിത നിലവാരത്തിനനുസരിച്ച് വേതനം കൂട്ടുക. അപ്പൊ 26,000 ആക്കുക, വേതനം കൂട്ടുക. നിശ്ചിത കാലത്തേക്ക് മാത്രമുള്ള നിയമനം നിർത്തലാക്കുക, ഈ കരാർ നിയമനം നിർത്തലാക്കുക. സർക്കാർ വകുപ്പുകളിൽ ഒഴിവുള്ള തസ്തികകളിൽ അടിയന്തരമായി നിയമനം നടത്തുക. അഗ്നിപഥ് പദ്ധതി നിർത്തലാക്കണം. 8 മണിക്കൂർ ജോലി അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഉപേക്ഷിക്കണം. തുല്യ ജോലിക്ക് തുല്യവേതനം, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജാതി മത വർഗ വർണ്ണ ലിംഗപരമായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായ ജോലി കൊടുക്കും. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുള്ള ബഡ്ജറ്റ് വിഹിതം കൂട്ടണം. തൊഴിലാളികളുടെ അടിസ്ഥാന ജീവിത സൗകര്യം വർദ്ധിപ്പിക്കണം. മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കണം. അവരുടെ പെൻഷൻ അവർക്ക് നന്നായി മുതിർന്ന പൗരന്മാർക്ക് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന രീതിയിൽ കൊടുക്കണം. 75 ലക്ഷം ബീഡി തൊഴിലാളികൾക്ക് ESA ആനുകൂല്യങ്ങൾ കൊടുക്കണം. സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടുത്തി വേണ്ടി പണിയെടുക്കുന്ന 1 കോടിയിലധികം വാളണ്ടിയർമാരെ തൊഴിലാളികളെ പരിഗണിക്കണം. ESIC പരിരക്ഷ നൽകണം. അതായത് ഈ സ്കീമിലൊക്കെ പ്രവർത്തിക്കുന്ന ആശാ വർക്കേഴ്സ്, അംഗൻവാടികൾ, ബാലവാടികൾ, അങ്ങനെയുള്ള 100 കണക്കിന് ആളുകളുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്, കോടിക്കണക്കിനുണ്ട്. അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം. ഇപ്പോൾ അവരെ തൊഴിലാളികളെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. സ്റ്റൈപ്പൻഡ് പോലെ, ഓണറേറിയം പോലെയൊക്കെ കൊടുക്കുന്നത്. അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം. അതിന് തൊഴിലാളികൾക്ക് വേണ്ടി ദേശീയ നയം രൂപീകരിക്കണം. അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ നഗരത്തിലും തൊഴിലുറപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കണം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ തൊഴിലാളികൾക്ക് അടിയന്തര സഹായം രൂപീകരിക്കാൻ ഫണ്ട് അനുവദിക്കണം. വീടുകളിലും ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വേതനവും സാമൂഹ്യ സുരക്ഷയും ഏർപ്പെടുത്തണം. ആരോഗ്യ പരിരക്ഷ വീടുകളിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും കൊടുക്കണം. നിർമ്മാണ തൊഴിലാളികളെ ESIC പദ്ധതികളിൽ കൊണ്ടുവരണം. ഇങ്ങനെ തുടങ്ങി ഒരു 10-30ഓളം വിഷയങ്ങളെ കുറിച്ച് 1 വർഷം മുമ്പ് കേന്ദ്ര ഗവൺമെന്റിന് ഒരു നിവേദനം കൊടുത്തു. അതിനെ തുടർന്ന് രാജ്യത്താകെ പ്രചരണ പരിപാടികൾ നടത്തി. അതിന്റെ അവസാനമാണ് ഈ ഒരു സമരത്തിലേക്ക് പോയിട്ടുള്ളത്. ഇത് കേരളത്തിൽ ബന്ദായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്, ഹർത്താലായി മാറിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് വരുന്നത്. നമ്മുടെ ഗണേഷ് മന്ത്രിയെ വിശ്വസിച്ചുകൊണ്ട് കുറച്ചുപേർ റോഡിൽ ഇറങ്ങി. പക്ഷെ വാഹനമൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് ഇറങ്ങിയിട്ടില്ല. പല തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള തമ്പാനൂരിന്റെ അടക്കമുള്ള സ്ഥലങ്ങളിൽ കടകളൊക്കെ രാവിലെ അടപ്പിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു. എന്തായാലും കേരളത്തിൽ ഇത് ബന്ദായി. അതിപ്പോൾ ആര് നടത്തി, ഈ കിളിപ്പാറ്റ് നടത്തിയാലും കേരളത്തിൽ ബന്ദ് വരും. അത് കേരളത്തിന്റെ ഒരു ഗുണമാണ്. കാര്യം ഇതുപോലത്തെ അവധി കിട്ടിയാൽ വീട്ടിൽ തലേ ദിവസം തന്നെ വെള്ളം അടിക്കുന്നവർക്ക് കുറച്ച് ബ്രാൻഡിയോ അതുപോലെ കുറച്ച് ചിക്കനും ഒക്കെ വാങ്ങി TV ഒക്കെ കണ്ട് ഇപ്പൊ മൊബൈലും വാട്സപ്പിലും കളിച്ച് ഒരു ആഘോഷമാണ്. നമ്മളെ സംബന്ധിച്ച്, മലയാളിയെ സംബന്ധിച്ച് ഒരു ഇതിന് സങ്കടമുള്ളവരല്ല. ഇപ്പൊ ആഫീസിൽ പോയിട്ട് എന്ത് ചെയ്യാനാ ഇവിടെ, അല്ലെങ്കിൽ പിന്നെ കടയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? നമ്മൾ വീട്ടിൽ ഇരുന്ന് ആഘോഷിക്കും. പിന്നെ ചിലരാണെങ്കിൽ ഇന്നാണ് ഒരു ദിവസം കിട്ടണത്, നമ്മളെ പ്രണയിനികളുമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് വാട്സപ്പിൽ കളിക്കാൻ കിട്ടേണ്ട ദിവസമാണ്. അപ്പം രാവിലെ ചിക്കനും ഒക്കെ അടിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് മാറി റൂമിലോട്ടിരുന്ന് ഭർത്താക്കന്മാർക്ക് അവരുടെ വാട്സപ്പ് കളി, ഭാര്യമാർക്ക് അവരുടെ വാട്സപ്പ് കളി, പിള്ളേർക്ക് അവരുടെ വാട്സപ്പ് കളി, അങ്ങനെ ഓരോ റൂമിൽ തന്നെ പലരായിട്ടിരുന്ന്, അല്ലെങ്കിൽ പല റൂമിൽ പലയിടത്തായിട്ടിരുന്ന് വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന, ഇന്ന് ചേട്ടാ എത്ര ദിവസമായി കണ്ടിട്ട്, അയ്യോ നീ ഇപ്പോൾ എവിടെയടി എന്നൊക്കെ ചോദിക്കാനുള്ള നല്ല സമയമാണ്. ഇടയ്ക്ക് ചിക്കൻ കഴിക്കാം, എല്ലാവരുമായിട്ട് കൂട്ടിയിരുന്ന് ആലോചിക്കും. ടൂറൊന്നും പോകാൻ പറ്റില്ല, കാര്യം ഇന്ന് വെളിയിറങ്ങിയാൽ തല്ലൊക്കെ കിട്ടും. അതുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ആഘോഷമാക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം കോടാനുകോടി രൂപയൊന്നും നമുക്ക് വിഷയമല്ല, നമുക്കിത് ആഘോഷിക്കാം. അതുകൊണ്ട് ശരാശരി മലയാളിയെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞാലോചിക്കാം. മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാനം ഒന്ന് കറുത്ത പിള്ളേർ ഉടനെ കളക്ടർക്ക് കത്തയക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ചോദിക്കും, കളക്ടർ ബ്രോ ഇന്ന് അവധി ഉണ്ടോ? കളക്ടർ ബ്രോ പറയും നീ പോയി പടിയടാ എന്ന് പറയും. അതുപോലെ തന്നെ ടീച്ചർമാരായാലും സാറന്മാരായാലും എല്ലാവരും രാവിലെ അയ്യോ ബക്കറിയുടെ ഞായറാഴ്ച വന്ന അയ്യോ എന്താ പടച്ചോൻ തിങ്കളാഴ്ച വരുത്താത്തെന്ന് ചോദിക്കും. കാരണം നമ്മുടെ അവധിയാണ് നമുക്ക് ആഘോഷം. നമ്മളങ്ങനെ ആഘോഷിച്ച് കിടന്നുറങ്ങാൻ നോക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഹർത്താലുകൾ ആയി തന്നെ ഇരിക്കുന്നതിൽ ആഘോഷിക്കുന്നൊരു വിഭാഗം ഉണ്ട് ഇവിടെ. ഞാൻ സാന്ദർഭികമായിട്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും പണിമുടക്കിന് ആധാരമായി വച്ചിരിക്കുന്ന കാര്യങ്ങൾ മനോഹരമാണ്. കഴിയുന്നത്ര കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കേണ്ടതാണ്. കൂടുതൽ കാര്യങ്ങളും അത് തീരുമാനമെടുക്കട്ടെ. അപ്പോൾ തന്നെ ആശാ വർക്കേഴ്സിനെ പോലുള്ളവരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും
പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റും. ആ തീരുമാനം ഉണ്ടാകട്ടെ. എന്തായാലും ഈ തൊഴിലാളികളുടെ സമരം മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള ഭരണഘടനാപരമായ 21 ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാവരുത്. പണിമുടക്കുന്നവരെ പോലെ പണിമുടക്കാതിരിക്കുവാനും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും മനുഷ്യർക്ക് അവകാശമുണ്ടെന്നുള്ളത് കൂടി അംഗീകരിക്കുന്ന ഒരു ജനാധിപത്യത്തിലേക്ക് നമുക്ക് മാറാം.